മാണിക്കല്ലുടെ ചുങ്കുമേ നാണത്തിടും ചേരൊലിലെങ്കുമേ മാണാളൻ മോഹപ്പത്തിനാതൃപ്പാവുമേ ഇന്ന് മാനിമ്പത്താശകയിൽ നൂവൽ തേടുമേ ഈണം തുടി കൊട്ടണ നെഞ്ചിലെ കാണാമലരൊക്കെയും മുഞ്ചില് ഈണം തുടി കൊട്ടണ നെഞ്ചിലെ കാണാമലരൊക്കെയും മുഞ്ചില് നാണത്തിയാറ കൂടും പുതുക്കത്തില് വന്നം ഭീമാന്റെ തളിമയിൽ നുകരും ഹാല്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. റമദാനിലെ അടുക്കളയിൽ പണിയൊക്കെ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുന്നുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് ഇതും കൂടെ കാണും കേട്ടോ. കാരണം ആ വീഡിയോയുടെ ബാക്കിയാണ് ഇത്. ഒരു ദിവസം ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോയിലുള്ളത്, അതിൻ്റെ പിറ്റേ ദിവസം ചെയ്തതാണ് ഈ വീഡിയോയിലുള്ളത്. ഈ പണിയുടെ ഇടയിൽ രാവിലേക്കൊക്കെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ പാഴ്സൽ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ റാശി ഡ്യൂട്ടിക്ക് പോയത്. റാശി ഒരു 5:50 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകട്ടാണ് കേട്ടോ. ഒരു 8:30 ആയപ്പോഴത്തേനും എനിക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പണിക്ക് നിന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കുറേ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാനുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. കുറേയൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടാ. അപ്പൊ ഈ ഗ്രീൻ പീസ് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ അതിലേക്കൊക്കെ വേണ്ടതാണ് കേട്ടാ. അപ്പൊ ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുങ്ങാനിട്ട് ഇതൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വെന്തൊടയനുമില്ല, എന്നാ വേവ് കുറച്ചിട്ടും അല്ലാട്ട് എടുക്കുന്നത്, അതിൻ്റെ ഇടയിലൊരു പരുവം. അപ്പൊ ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിങ്ങാനിട്ട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു വേവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല കേട്ടോ, ഈ ഒരു പാകത്തിനാണ് ഞങ്ങൾ എപ്പോഴും സമൂസയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. ഇനി ഇത് നമ്മൾ നേരെ ഒന്ന് അരിക്കോട്ടാ. അരിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഊറ്റാൻ വേണ്ടി വെക്കും. അപ്പം കുറച്ച് പച്ചവെള്ളം കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി വെള്ളം പോയി ചൂടാറിയതിന് ശേഷം നമുക്ക് സിബ്ലോ കവറിലാക്കാട്ടോ. അപ്പം അതവിടെ ചൂടാറാനിരിക്കുന്ന നേരം കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വേറെ ഒന്നും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. സമൂസ, കട്ട്ലേറ്റ് അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കാറില്ല. പക്ഷെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ അരിഞ്ഞു വെക്കേണ്ടതും വേവിച്ച് വെക്കേണ്ടതും അതൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉന്നക്കായ മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കാറുള്ളത്. അപ്പോൾ ഈ പഴം ചെറുതായിട്ടൊന്ന് പഴുത്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇതെനിക്ക് ശരിയാവുന്ന ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്ന് പാളിയെങ്കിലും ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി കൂടുതലായിട്ടൊന്നും ഇട്ടിട്ടില്ല. റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഇത് ഉണ്ടാക്കുന്നത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പഴം ഇതുപോലെ ഒന്ന് മുറിച്ചിങ്ങാനിട്ട് ആവിയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ ഏലക്കായ, കുരുമുളക്, അതുപോലെ ഉണക്കമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചും പൊടിച്ചൊക്കെ എടുത്ത് വെക്കണം. ഏലക്കായ പൊടിച്ച് വെച്ചാലേ നമുക്ക് തരിയിലേക്ക് പിന്നെ ആ സമയത്ത് പൊടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഏലക്കായ അധികം പൊടിച്ച് വെക്കൂല കേട്ടോ, കുറച്ച്. നമ്മൾ തരിക്കഞ്ഞിൽക്കാണ് മെയിനായിട്ട് എടുക്കാറ് ഏലക്കായുടെ പൊടി. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊടിക്കുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക് കുറച്ച് അധികം തന്നെ പൊടിക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ പഞ്ചസാരൊക്കെ ഒന്ന് കുപ്പിയിൽ നിറച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ ഇനി കുപ്പിയിൽ നിറയ്ക്കണം. അപ്പോൾ ഏലക്കായ പൊടിക്കുന്ന സമയത്ത് ഒരു ഇത്തിരിക്കോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് പൊടിക്കുക. അപ്പം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചും ചതച്ചൊക്കെ എടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം കാണിച്ചു തരാവേ. അപ്പോൾ ഇതെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്കായല്ലേ, അതും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്തിരിക്കോളം പഞ്ചസാര ഇട്ട് പൊടിക്കുമ്പോൾ ഇതുപോലെ നല്ല പൊടിയായിട്ട് കിട്ടും. നമുക്ക് ഇത്തിരിക്കോളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഏലക്കായുടെ. പിന്നെ ഇതാ ഉണക്കമുളക് ഇവിടെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ പഴം ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. പഴം കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട്. വല്ലാണ്ട് പഴുപ്പ് കുറവും പാടില്ല, എന്നാൽ നന്നായിട്ട് പഴുക്കാനും പാടില്ല. ആ പരുവത്തിലാണ് ഉന്നക്കായ്ക്ക് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പം ഞാനിവിടെ ഇത്തിരി പഴുത്ത് പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മളത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം ഒന്നിനി നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കായുടെ പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ, നെയ്യ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തേക്ക് ഏലക്കായുടെ പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഉന്നക്കായക്ക് എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴുക്കാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് പഴുപ്പ് കുറവും പാടില്ല. ആ ഒരു പാകത്തിനാണ് ഇട്ട് എടുക്കേണ്ടത്. നമ്മളിത് എടുത്തപ്പോൾ കറക്റ്റ് പഴുപ്പായിരുന്നു. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പിറ്റേന്നായപ്പോഴത്തേനൊന്ന് പഴുത്ത് പോയി. അപ്പം നമ്മൾ ഫില്ലിങ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിങ്ങാണ്ട് അത് അവിടെ ഒരു വിധത്തിന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നേരെ ഫ്രീസറിൽ വെക്കോട്ടാ. ഫ്രീസറിൽ വെച്ചൊന്ന് ഐസായതിന് ശേഷം എടുത്തിട്ട് സിബ്ലോ കവറിൽ ഇടുള്ളൂ. അപ്പോൾ വിട്ട് കിടക്കും. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അതും ചൂടാറി കഴിഞ്ഞപ്പോൾ സിബ്ലോ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഈ ബീൻസും ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. മെയിനായിട്ട് ഈ ബീൻസ് സമൂസയിലേക്കാണ്. ബീൻസും കുറച്ച് ക്യാരറ്റും, പിന്നെ ക്യാരറ്റ് നമ്മൾ വേറെ ഇങ്ങനെ സ്ലൈസ് ആയിട്ടും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കൂലേ അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സമൂസയിലേക്ക് ഇത് കുഞ്ഞാക്കി നമ്മൾ അരിയൂലേ അതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ തോലും ഞാരൊക്കെ കളഞ്ഞിങ്ങാനിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളയാൻ വെക്കാം കേട്ടോ. വെള്ളം കളഞ്ഞതിന് ശേഷം അരിഞ്ഞാട്ട് സിബ്ലോ കവറിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കട്ട പിടിക്കും. അങ്ങനെ അതവിടെ തൊലി കളഞ്ഞിങ്ങാനിട്ട് കഴുകി വെള്ളം മാറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഉണക്കച്ചെമ്മീൻ കുത്തിക്കാച്ചാന്ന് പറയും കേട്ടോ. ഇത് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് അത്താഴത്തിനാണ് കേട്ടോ. ഇതും കക്കറിച്ചി ഫ്രൈയും നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് ആക്കി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്താഴത്തിന് നമുക്ക് സൈഡായിട്ട് ആ സമയത്ത് എടുത്തിങ്ങാണ്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതാ കക്കറിച്ചി ഇങ്ങനെ വെള്ളം ഐസ് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഐസ് വിട്ടതിന് ശേഷം വേണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഉണക്കച്ചെമ്മീൻ്റെ പണി തുടങ്ങട്ടെ. പിന്നെ ആ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും മാങ്ങയും കൂടെ ഒരു അടിപൊളി അച്ചാറിട്ടുണ്ട് കേട്ടോ. അത് ഷോർട്സിൽ വരുന്നുണ്ടേ. അപ്പം നമുക്ക് ഈ ഉണക്കച്ചെമ്മീനൊന്ന് കുത്തിക്കാച്ച അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത്താഴത്തിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറ് രസം തന്നെയാണ് കേട്ടോ. അപ്പം ഈ കക്കയും ഉണക്കച്ചെമ്മീനും നമ്മൾ ചെയ്ത് വെക്കുന്നത് സൈഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി ഇങ്ങാനിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ചതച്ച മുളകും കൂടെ ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനില്ലേ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തല കളഞ്ഞിങ്ങാനിട്ട് ഉണക്കച്ചെമ്മീൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടും. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. ഇനിയിപ്പോൾ അതായത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതൊരു ഫ്രൈ പരുവാവണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഉണക്കച്ചെമ്മീൻ ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് സിബ്ലോ കവറിലാക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ബീൻസ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ബീൻസ് അരിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാരറ്റും അരിഞ്ഞെടുക്കണം. അപ്പം അരിയുന്നതൊന്നും മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ കുറച്ച് ക്യാരറ്റ് സമൂസയിലേക്കുള്ള ഭാഗത്തിനും കുറച്ച് നമ്മുടെ സ്പ്രിംഗ് റോളിലേക്കുള്ള ഭാഗത്തിനും അരിഞ്ഞെടുക്കും. രണ്ടും രണ്ട് തരത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഇവിടെ സിബ്ലോ കവറിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല വെക്കുന്നത്. പിന്നെ അതാ ബീൻസ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ സിബ്ലോ കവറിലാക്കിയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുവിട്ടിരിക്കും കേട്ടോ. പിന്നെ ക്യാരറ്റ് സ്പ്രിംഗ് റോളിലേക്കുള്ളതാണ് ഈ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. മറ്റേത് രണ്ടും സമൂസയിലേക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും അരിയുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും നമ്മൾ ബീഫും ചിക്കനും വേവിക്കുന്നതും ചോപ്പ് ചെയ്യുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നാരങ്ങയുടെ നീര് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഒക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അതിനകത്താണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളത്. പിന്നെ അതാ നമ്മൾ ഉന്നക്കായം നൈസാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന് നമുക്ക് ഇതുപോലെ എടുത്തുങ്ങാണ്ട് സിബ്ലോ കവറിൽ വെക്കാം. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വിട്ട് കിടക്കോട്ടെ. ഇങ്ങനെ ഐസാക്കിയതിന് ശേഷം സിബ്ലോ കവറിലാക്കുമ്പോൾ ബോക്സിലാക്കി വെക്കണമെങ്കിൽ അങ്ങനെയാലും വെക്കാം. പക്ഷെ സിബ്ലോ കവറിലാക്കി വെക്കുമ്പോൾ നമുക്ക് കുറേ സ്പേസ് കിട്ടും. ഇനി നമുക്ക് ഈ പാല് ഒന്ന് ഐസാക്കണം കേട്ടോ. ഇങ്ങനെ പാല് ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷേക്കൊക്കെ അടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് 1-2 ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്താൽ മതിട്ടാ. അപ്പം ഈ ഒരു പാല് നമ്മൾ ഇതുപോലെ ഐസാക്കാനും അതുപോലെ ജ്യൂസ് അടിക്കാനും ഷേക്ക് അടിക്കാനും മാത്രമാണ് ഈ പാൽ എടുക്കാറ്. ചായക്ക് നമ്മളെപ്പോഴും ഫ്രഷ് മിൽക്ക് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. ഇത് നമ്മൾ നേരെ ഇനി ഫ്രീസറിൽ വെക്കും. ഇത് ഐസായതിന് ശേഷം നമ്മൾ സിബ്ലോ കവറിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഐസായി കഴിഞ്ഞിട്ടുള്ളൊരു പാകം കാണിച്ചു തരാം. അപ്പോൾ അതാ ഒന്ന് ചെരിഞ്ഞിരുന്നതുകൊണ്ട് ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവായിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് ട്രേയിൽ. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ സിബ്ലോ കവറിലാക്കൂട്ടാ. ഇതപ്പോൾ കട്ട പിടിക്കാണ്ടും ഒട്ടിപ്പിടിക്കാണ്ടും വിട്ട് തന്നെ ഓരോ ക്യൂബ്സായിട്ട് കിടക്കും. ഇതുപോലെ നമ്മൾ നാരങ്ങയുടെ നീരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോയിലാണ്. അങ്ങനെ പാല് ഇവിടെ കട്ടാക്കി ഇങ്ങനത്തെ അതും ഇനി നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ നേരെ കയറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഷേക്ക് അടിക്കുന്ന സമയത്താണെങ്കിൽ അതിൽ നിന്ന് 1-2 ക്യൂബ് എടുക്കുക, നേരെ അതിനകത്തേക്ക് ഇടുക, അടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ പണി. സംഭവം പെട്ടെന്ന് കഴിയോട്ടാ. അങ്ങനെ അതും ഇവിടെ അയച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇപ്പം തന്നെ ഫ്രീസറിൽ വെക്കണം. അധികം നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാവട്ടാ. ഇനി നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ 2 പേരുള്ളൂ. അപ്പം നമുക്ക് ഈ 1-1.5 സ്പൂണൊക്കെ റവ മതിയാവും, ചെറിയ സ്പൂണ്. അപ്പം അത് ഇത്തിരി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പം ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ തരിക്കഞ്ഞി കാച്ചുമ്പോൾ ഇതിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ റവ ഇതുപോലെ റോസ്റ്റ് ചെയ്തിങ്ങായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ആവണ സമയം കൊണ്ട് ഞാൻ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്.
ബ്രെഡ് ക്രംസ് നമുക്ക് ഇതുപോലെ അല്ലാണ്ട് ഉണ്ടാക്കാം. ഈ ബ്രെഡ് എയർ ഫ്രയറിൽ വെച്ചിങ്ങായിട്ട് നമുക്കൊന്ന് ഇതാക്കിങ്ങായിട്ട് റസ്ക് പോലെ ആക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി. പക്ഷെ ആ നേരത്തെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് പിന്നെ അത് വറുക്കാണ് ചെയ്തത്. ഒന്നും കൂടെ എളുപ്പം ഇതൊന്ന് റസ്ക് പോലെ ആക്കിങ്ങായിട്ട് പൊടിച്ചെടുക്കണതാണ്. ഞാൻ കഴിഞ്ഞ റംസാനൊക്കെ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇപ്പം എന്താവും എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ബ്രെഡ് പൊടിക്കാൻ നിന്നു. അപ്പോൾ ബ്രെഡൊക്കെ ഞാൻ അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ റവയും ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിതിപ്പോൾ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിയും. അതുകൊണ്ട് ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. ഇനി ആ പാത്രത്തിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനുള്ള ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നല്ലൊരു പൊടി, നമ്മൾ റസ്ക് പൊടിക്കൂലേ, ആ പരിവാവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ കുറേ നേരം ഇളക്കാൻ നിൽക്കണം. മറ്റേതാകുമ്പോൾ ഇളക്കാനുമില്ല ഒന്നുമില്ല, നേരെ ഫ്രയറിൽ വയ്ക്കുക, അത് ഓണാക്കി കൊടുക്കുക, നല്ല റസ്ക് പരിവാകുമ്പോൾ എടുക്കുക, മിക്സിയുടെ ജാർ എടുക്കുക, പൊടിക്കുക, അത്രേ ഉള്ളൂ. ഇതിനേക്കാളും എളുപ്പം അതാണ് കേട്ടോ. എയർ ഫ്രയർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈ പാനില്ലേ, അതിലിങ്ങനെ അപ്പുറം തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെയിട്ട് ആക്കിയെടുത്താലും മതി. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു മുരിമുരി ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇടയ്ക്ക് ഇതുപോലെ നമ്മളൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരുവം മനസ്സിലാവും. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അധികം ഇരിക്കണം എന്നില്ല. ഇതാകുമ്പോൾ കുറേ ദിവസം ഇരിക്കും കേട്ടോ. അതിന് നേരെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കാം കേട്ടോ. ഇതിൽ റവ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. ബ്രെഡ് ക്രംസ് നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുക. പുറത്തായാലും വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞപ്പോൾ രണ്ടും കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുത്തുങ്ങായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ റോള് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ വേവിച്ചിങ്ങായിട്ട് ചോപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുക, അതുമാതിരി റോസ്റ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് ബീഫ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ബീഫ് നന്നായിട്ട് കഴുകുക, കുക്കറിൽ ഇട്ട് കൊടുക്കുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, ഉപ്പ്, ഇത്രയും ഇട്ടുങ്ങായിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് വേവേണ്ട, ഒരു അരമുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ബീഫും എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ച് നേരെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം നമ്മൾ സിബ്ലോ കവറിലാക്കാൻ. കൂടെ അത് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടുകയും വേണം. ചൂട്ടോടുകൂടെ ഒരിക്കലും പാക്ക് ചെയ്ത് വെക്കരുത്. അങ്ങനെ നമ്മൾ ബീഫൊക്കെ ഇവിടെ ചൂടാറിയതിന് ശേഷം സിബ്ലോക്ക് ഇതുപോലെ 2 പാക്കറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇനി ഇത് നേരെ ഫ്രീസറിൽ വെക്കും. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. റോസ്റ്റ് ചെയ്യണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം, കറി വയ്ക്കണമെങ്കിൽ കറി വയ്ക്കാം. 1 കിലോ ബീഫ് മാത്രം നമ്മൾ അങ്ങനെ ആക്കിയിട്ടുള്ളൂ. ചിക്കനും ബീഫും നമ്മൾ കറിക്കും റോസ്റ്റിനുള്ളത് അധികം സ്റ്റോർ ചെയ്തിട്ടില്ല. ഇതേമാതിരി 1 കിലോ 1.5 കിലോ മാത്രമാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കക്കറിച്ചില്ലേ, കക്കറിച്ചി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അത് കഴുകി വൃത്തിയാക്കി അവിടെ കുക്കറിൽ മഞ്ഞപ്പൊടി ഇട്ടുങ്ങായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വന്നതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് സവാളയും ഉപ്പും ഇട്ട് വഴറ്റിയെടുക്കുക. അത് വാടി വരുമ്പോൾ തക്കാളി ഇടുക. എന്നിട്ട് തക്കാളിയും വാടി വരുന്ന സമയത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിമസാലപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകവും നല്ല ജീരകവും കൂടെ പൊടിച്ചത് ഒരു നുള്ള് അത്ര ഇട്ടുങ്ങായിട്ട് പൊടിയേണ്ട പച്ചമണം മാറി വരുമ്പോൾ വേവിച്ച് വെച്ച കക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം വലിച്ചെടുക്കുക. അത്രയാണ് ഇട്ടാ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പച്ചമുളകില്ലേ, പച്ചമുളക് കഴുകി വെള്ളം വാറ്റിയതിന് ശേഷം ഇതുപോലെ ചോപ്പ് ചെയ്തിങ്ങായിട്ട് സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിലും വെക്കും. നമ്മുടെ പച്ചമുളക് ചോപ്പ് ചെയ്ത് സിബ്ലോ കവറിലാക്കിയിട്ടില്ല, അത് നേരെ നമ്മൾ ഫ്രീസറിലും വെക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കക്ക ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വലിച്ചെടുക്കണം കേട്ടോ. ഒരു ഫ്രൈ പരുവത്തിൽ എടുക്കണം. ഒരുപാട് മസാല ഒന്നും ഇടരുത്. നമ്മൾ റോസ്റ്റ് പരുവാക്കുമ്പോഴാണ് സവാളയും തക്കാളിയും കൂടുതൽ ഇടാത്തത്. നമ്മൾ ഫ്രൈ പരുവാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഞാൻ അത് ചൂടാറിയതിന് ശേഷം സിബ്ലോ കവറിലാക്കിയിട്ടുണ്ട്. ഇനി ഇതും നേരെ ഫ്രീസറിലേക്ക് വെക്കാം കേട്ടോ. അപ്പൊ നോമ്പിനും പണി എളുപ്പമാക്കാനുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലായിട്ട്. അപ്പം 2 വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.